മിഴികൾ പിരിയുമ്പോൾ കരയുന്നു, പുഴ ചിരിക്കുന്നു. നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ മുറപ്പെണ്ണിന് മറക്കാനാവാത്ത ഒരു സ്ഥാനമുണ്ട്. നാടകീയമായ അഭിനയശൈലിയും കൃത്രിമമായ സെറ്റുകളും കൊണ്ട് മലയാള സിനിമ വീർപ്പുമുട്ടിയിരുന്ന കാലത്താണ് മുറപ്പെണ്ണ് എന്ന സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. മലയാള സാഹിത്യത്തിലെ അതികായനായ MT വാസുദേവൻ നായരുടെ തിരക്കഥാ പ്രവേശമായിരുന്നു മുറപ്പെണ്ണ് എന്ന സിനിമ. വിൻസെന്റ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ശ്രീ MT വാസുദേവൻ നായരുടെ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന കഥയാണ് പിന്നീട് മുറപ്പെണ്ണ് എന്ന സിനിമയായി മാറിയത്. ഇത് വെറുമൊരു കഥയല്ല, മറിച്ച് വള്ളുവനാടൻ ഗ്രാമീണ ജീവിതത്തിന്റെ ആത്മാവിനെയാണ് MT ഈ സിനിമയിലൂടെ പകർത്തിയത്. അതുവരെ മലയാള സിനിമയിൽ പരീക്ഷിക്കാത്ത ഒരു കാര്യം ഈ സിനിമയിലുണ്ടായിരുന്നു: ശബ്ദത്തെക്കാൾ വാചാലമായ മൗനം. വരികൾക്കിടയിലെ മൗനം എങ്ങനെ ദൃശ്യഭാഷയാക്കാം എന്ന് MT നമുക്ക് കാണിച്ചു തന്നു. തറവാടുകളുടെ തകർച്ചയും മാറുന്ന കുടുംബ ബന്ധങ്ങളും കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെയല്ല, മറിച്ച് നോട്ടത്തിലും ഭാവത്തിലും MT സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചു. മലയാള സിനിമയിൽ തിരക്കഥ എന്ന കലാരൂപം എത്രത്തോളം ശക്തമാണെന്ന് മുറപ്പെണ്ണ് തെളിയിച്ചു. ഒരു വലിയ കൂട്ടുകുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ നടക്കുന്നത്. ബന്ധുക്കളായ മുറച്ചെറുക്കന്മാരും മുറപ്പെണ്ണുങ്ങളും തമ്മിലുള്ള പ്രണയബന്ധങ്ങളും കേരളീയ നായർ സമുദായത്തിലെ പരമ്പരാഗത വിവാഹ രീതികളുമാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. മുറപ്പെണ്ണ് എന്ന വാക്കിന് അക്കാലത്ത് ആചാരപരമായ പവിത്രതയുണ്ടായിരുന്നു. അമ്മാവിൻ്റെ മകളെ കല്യാണം കഴിക്കുക എന്നത് ഒരു അവകാശമായിരുന്നു. പക്ഷേ ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ആ അവകാശത്തിൻ്റെ തകർച്ചയെപ്പറ്റി. ജന്മിത്തം തകരുകയും മരുമക്കത്തായം ഉപേക്ഷിക്കപ്പെടുകയും കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. പ്രേം നസീർ അവതരിപ്പിക്കുന്ന ബാലൻ എന്ന കഥാപാത്രം തൻ്റെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റുന്നവനാണ്. ബാലൻ്റെ മുറപ്പെണ്ണാണ് ശാരദ അവതരിപ്പിക്കുന്ന ഭാഗി. ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് ബാലന് ഭാഗ്യയോടുള്ള പ്രണയം ഉപേക്ഷിക്കേണ്ടി വരുന്നു. സ്നേഹത്തെക്കാൾ ദാരിദ്ര്യം വലുതാവുമ്പോൾ മനുഷ്യനെടുക്കുന്ന കടുത്ത തീരുമാനങ്ങളാണ് ഈ സിനിമയുടെ കാതൽ. ഈ സിനിമയിലെ ആരും വില്ലന്മാരല്ല, അവരുടേതായ ശരികളിലും സാഹചര്യങ്ങളിലും തടസ്സപ്പെട്ടു പോയവരാണ്. ഈ റിയലിസ്റ്റിക് സമീപനമാണ് ഈ സിനിമയെ ഇന്നും പ്രസക്തമാക്കുന്നത്. നസീർ എന്ന നടൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച മുഹൂർത്തങ്ങളിൽ ഒന്നാണിത്. നിത്യഹരിത നായകൻ എന്ന ലേബലിനപ്പുറം ഒരു സാധാരണക്കാരൻ്റെ വേദനകൾ ഉള്ളിലൊതുക്കിയ ആ കഥാപാത്രത്തെ നസീർ അതിമനോഹരമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും വള്ളുവനാടൻ ശൈലിയിലുള്ള സംഭാഷണങ്ങളും ഏറെ സ്വാഭാവികമായിരുന്നു. ശാരദ എന്ന നടിയുടെ രംഗപ്രവേശം കൂടിയായിരുന്നു ഈ സിനിമ. അവരുടെ നിസ്സഹായാവസ്ഥ അവരുടെ കണ്ണുകളിൽ ഏറ്റവും മനോഹരമായി അവർ പ്രതിഫലിപ്പിച്ചു. മധു അവതരിപ്പിക്കുന്ന കേശവൻകുട്ടി, PJ ആൻ്റണിയുടെ കുഞ്ഞികൃഷ്ണമേനോൻ, ഉമ്മറിൻ്റെ അനിയൻകുട്ടൻ എന്നീ കഥാപാത്രങ്ങൾ ഈ വള്ളുവനാടൻ തറവാടിൻ്റെ ഭാഗമായി തീർന്നു. ഈ സിനിമയിലെ കൊച്ചമ്മണി എന്ന കഥാപാത്രത്തെ ജ്യോതിലക്ഷ്മി എന്ന നടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മുഖങ്ങളും ഈ കഥാപാത്രത്തിൽ വിരിയുന്നുണ്ട്. ചടുലമായ ശരീരഭാഷയും ഭാവങ്ങളും കൊണ്ട് മുറപ്പെണ്ണായി ഈ നടി ഈ സിനിമയിൽ നിറയുന്നുണ്ട്. മധുവും ഉമ്മറും നസീറും അവതരിപ്പിക്കുന്ന തറവാട്ടിലെ 3 യുവാക്കൾ ജീവിതത്തെ സമീപിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. മധുവിൻ്റെ കേശവൻകുട്ടി എന്ന കഥാപാത്രം തികഞ്ഞ പ്രായോഗികവാദിയാണ്. താൻ പ്രത്യാശ കൊടുത്ത തൻ്റെ മുറപ്പെണ്ണിനെ കൈയൊഴിയുന്നതിൽ അയാൾ ഒന്നും തന്നെ തടസ്സമാക്കുന്നില്ല. എന്നാൽ അനിയൻകുട്ടൻ എന്ന ഉമ്മർ അവതരിപ്പിക്കുന്ന കഥാപാത്രം താൻ വെട്ടിപ്പിടിച്ചതെല്ലാം തനിക്ക് ലഭിച്ച ദാനങ്ങളാണെന്ന് തിരിച്ചറിയുന്നു. ആദർശം, സ്നേഹം, ത്യാഗം എന്നിവയ്ക്കായി സ്വയം ബലിയാകാൻ തയ്യാറാവുന്ന ബാലൻ എന്ന കഥാപാത്രം പല ഘട്ടത്തിലും പലരുമായി സംഘർഷത്തിലാവുന്നുണ്ട്. അത് സ്വാഭാവികവുമാണ്. എന്നാൽ ഒരിടത്തും അയാൾ അയാളുടെ നേട്ടത്തിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നു. ഇനി ഈ സിനിമയിലെ സംഗീതത്തിലേക്ക് വരാം. BA ചിദംബരനാഥ്, P ഭാസ്കരൻ കൂട്ടുകെട്ടാണ് ഈ ചിത്രത്തിലെ മികച്ച ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. BA ചിദംബരനാഥിൻ്റെ എക്കാലത്തെയും മികച്ച ഗാനങ്ങൾ ഈ ചിത്രത്തിലേതാണ്. കരയുന്നു
പുഴ ചിരിക്കും. കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഈ ഗാനം ഈ ചിത്രത്തിൻ്റെ ആത്മാവാണ്. യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഈ ഗാനം പശ്ചാത്തലത്തിൽ നിറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ അതൊരു വിങ്ങലായി അനുഭവപ്പെടും. കൈവഴികളായി പിരിഞ്ഞു പോകുന്ന കൂട്ടുകുടുംബങ്ങളിലെ മനുഷ്യാത്മാക്കളുടെ നിസ്സഹായമായ കരച്ചിലാണ് ഈ ഗാനത്തിൽ നിറഞ്ഞത്. മറക്കുവാൻ പറയുവാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം, മറക്കുവാൻ പറയാൻ എന്തെളുപ്പം. ഈ വരികൾ മൂളാത്ത മലയാളി ഉണ്ടാവില്ല. നാണവും പ്രണയവും പ്രായവും ചേർന്ന് തുള്ളിക്കളിക്കുന്ന ഒരു പാട്ടാണിത്. കളിയാക്കി എന്നെ കളിയാക്കി തോഴിമാരെന്നെ കളിയാക്കി, എന്റെ കളിത്തോഴിമാരെന്നെ കളിയാക്കി, ഇടത്തു കണ്ണിടക്കിടെ ഇന്നലെ തുടിച്ചപ്പോൾ കളിയാക്കി എന്നെ കളിയാക്കി. പദം പറച്ചിലുകളുടെ ഗ്രാമീണമായ മാധുര്യം നിറയ്ക്കുന്നുണ്ട് ഈ ഗാനം. പൊത്തിപ്പൊത്തി കടയ്ക്കാടും കടന്നു കടന്നു, കൈത്താളം പൊത്തിപ്പൊത്തി കടയ്ക്കാടും കടന്നു കടന്നു. വള്ളുവനാടിൻ്റെ ഭൂമിശാസ്ത്രവും ജീവിത പശ്ചാത്തലവും സാംസ്കാരിക ഭൂമികകളും വ്യക്തമാക്കുന്ന ഗാനം. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ സംഗീതപ്രേമികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടവയാണ്. B.A. ചിദംബരനാഥിൻ്റെ ഹാർമോണിയത്തിൽ നിന്ന് പിറന്ന ഈ ഈണങ്ങൾ ഗ്രാമീണ പശ്ചാത്തലത്തിന് അത്രയേറെ മിഴിവേകി. A. വിൻസെൻ്റ് എന്ന സംവിധായകൻ മികച്ച ക്യാമറമാൻ കൂടിയായിരുന്നു. ആ തറവാടിൻ്റെ ഉള്ളിലെ മങ്ങിയ വെളിച്ചത്തെ അദ്ദേഹം ചിത്രീകരിച്ച സാങ്കേതികത തികച്ചും ആധുനികമായിരുന്നു. ഔട്ട്ഡോർ ചിത്രീകരണത്തിൻ്റെ ഭംഗി മലയാളികൾ അറിഞ്ഞത് മുറപ്പെണ്ണെന്ന സിനിമയിലൂടെയാണ്. ദേശീയ തലത്തിൽ മികച്ച സിനിമയ്ക്കുള്ള വെള്ളി മെഡൽ നേടിയെടുത്തു എന്നത് ചരിത്രം. അതിലുപരി മലയാളികളുടെ മനസ്സിൽ സ്ഥിരമായ ഒരിടം ഈ സിനിമ നേടിയെടുത്തു. ഗൃഹാതുരത്വം എന്നതിലുപരി മനുഷ്യൻ്റെ ആത്മസംഘർഷങ്ങളെ അത്രമേൽ തീക്ഷ്ണമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. മുറപ്പെണ്ണ് കാണുമ്പോൾ നമ്മളൊരു സിനിമ കാണുകയല്ല, 1960കളിലെ ഒരു കേരളീയ ഗ്രാമത്തിൽ ജീവിക്കുകയാണ്. ഓരോ സിനിമയും ഓരോ പാഠപുസ്തകങ്ങളാണ്. മുറപ്പെണ്ണ് ആ പുസ്തകത്തിലെ ആദ്യ അധ്യായമാണ്. എന്താണ് മുറപ്പെണ്ണ് എന്ന സിനിമയിലെ കൗതുകം? പിന്നീട് വന്ന വാത്സല്യവും ബാലേട്ടനും വില്യേട്ടനുമെല്ലാം മുറപ്പെണ്ണ് എന്ന സിനിമയിലെ ബാലൻ്റെ അനുകരണങ്ങളാണ്. ഈ സിനിമ ശരിക്കും ഒരു അനുഭവമാണ്. മുറപ്പെണ്ണ് എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. എരലവയിൽ ചിത്രകൂടം വീണ്ടും വരും. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം.